ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ജോയിസി. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് എങ്ങനെ മായമില്ലാതെ ഗരം മസാലപ്പൊടി വീട്ടിലുണ്ടാക്കാമെന്ന് കണ്ടാലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഇന്ന് നമുക്ക് നല്ല സൂപ്പറായിട്ട് ഇച്ചിരി ഗരം മസാല ഉണ്ടാക്കിയാലോ. നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ നല്ല ഗരം മസാല പൊടിച്ചുണ്ടാക്കാം. നമ്മൾ ഈ മേടിക്കേണ്ട സാധനം എല്ലാം കൂടെ ഇട്ട് കടയിൽ നിന്ന് മേടിക്കുന്ന എല്ലാം കൂടെ ഇട്ട് നമുക്ക് ഉണ്ടാക്കണ്ട. അപ്പോൾ നമുക്ക് സ്വന്തമായിട്ട് നല്ല അടിപൊളിയായിട്ട് ഗരം മസാല ഉണ്ടാക്കാവേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഞാൻ പെരിഞ്ജീരകമുണ്ട്, നമ്മുടെ ഗ്രാമ്പു, ഇതെല്ലാം കൂടി ഇത് മിക്സായിപ്പോയി ഇങ്ങനെ കൂട്ട് മേടിച്ചപ്പോൾ. പിന്നെ നമ്മുടെ സ്റ്റാർ, നമ്മുടെ ജാതിപത്രി, പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്ക, അപ്പോൾ ഇതിങ്ങനെ എല്ലാ സാധനം ഇതിങ്ങനെ സെപ്പറേറ്റ് മേടിച്ച് വെച്ചിരുന്ന സാധനങ്ങളാണ്. ഇതുകൊണ്ട് നമ്മുടെ കശകശ, ഇതുണ്ടോ, ഇത് പെരിഞ്ജീരകം, അപ്പോൾ ഇതെല്ലാം കൂടെ ഒന്നിച്ചതിനകത്ത് മിക്സായിപ്പോയി. പിന്നെ ഗ്രാമ്പു, ഇതൊക്കെ നമ്മുടെ തന്നെ ഗ്രാമ്പു, പിന്നെ ഏലക്ക, അതുപോലെ തന്നെ നമ്മുടെ പട്ട, ഇതെല്ലാം നമ്മൾ മേടിച്ചതല്ല. ഇതെല്ലാം നമ്മുടെ ഇതിനകത്തുനിന്ന് പറമ്പിൽ ഉള്ളത് എടുത്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഈ സ്റ്റാറൊക്കെ നമ്മൾ മേടിച്ചതുള്ളൂ. ഇതുണ്ടോ, അപ്പം ഇതൊക്കെയാണ് നമ്മുടെ പെരിഞ്ജീരകത്തിനകത്ത് വരുന്ന കൂട്ടുകളെന്ന് പറയുന്നത്. ഇതുണ്ടോ, ഇങ്ങനെ ഇതെല്ലാം കൂടെ മിക്സാക്കിയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ എല്ലാം കൂടെ വെച്ച് അടിപൊളിയായിട്ടൊരു നമുക്ക് അടിപൊളിയായിട്ടൊരു ഗരം മസാല ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ. അങ്ങനെ നമ്മളൊരു പാത്രം അടുപ്പേ വെച്ചു. ആ പാത്രം ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ആദ്യമേ നമ്മുടെ ഈ പട്ടയൊന്നിട്ട് ഒന്ന് മൂപ്പിച്ച്, ഇത് ഒത്തിരി മൂക്കണ്ട. ഒത്തിരി മൂത്ത് കഴിഞ്ഞ് നമ്മുടെ ഗരം മസാലയ്ക്ക് വേറൊരു കളറുമായി പോവും, വേറൊരു ചുവയായി പോവും. ഇനി നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഈ കൂട്ടുകളെല്ലാം കൂടെ നമുക്ക് ഇട്ട് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ച് മാത്രം എടുത്തേച്ചാൽ മതി. അല്ലാതെ നമ്മൾ ഒത്തിരി ഹൈ ഫ്ലെയിമിലിട്ട് നല്ല ഇതായിട്ട് എന്താ പറയുക, കരിഞ്ഞെടുക്കരുത്. കരിഞ്ഞ് പോയി കഴിയുമ്പോൾ ഒന്ന് ചൂടാവുകയേ ചെയ്യാവുള്ളൂ. വല്ലാതെ കരിഞ്ഞ് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഗരം മസാലയ്ക്ക് വേറൊരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് ജസ്റ്റ് ഇങ്ങനെ ഇട്ട് ഒന്ന് ചൂടാക്കി എടുത്താൽ മതി. ചൂടായി കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് നാൾ നമുക്ക് വെക്കുമ്പോൾ ഇരിക്കുകയും ചെയ്യും. പച്ചയ്ക്ക് പൊടിച്ചാൽ നമുക്കൊരു ഇതൊക്കെ ഈർപ്പമൊക്കെ കയറാതെ വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി നാളിരിക്കും. ഇതുണ്ട്, ഇപ്പോൾ ഇട്ടു ഒരു 2-3 മിനിറ്റായി. ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്, അല്ലാതെ ഒത്തിരി ഇത് ചൂടാകരുത്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തു. നമ്മുടെ ആ ചട്ടിക്കകത്ത് ആ ചൂടിനകത്തിരുന്ന് ഇതെല്ലാം ഒന്ന് നന്നായിട്ടൊന്ന് ആകും. പിന്നെ തീ കത്തിക്കുകയേ വേണ്ട. പിന്നെ അത് കഴിഞ്ഞ് വെച്ചിട്ട് നമുക്കിത് നല്ലപോലെ മിക്സിക്കകത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം. ഇതുണ്ടോ, ആ ഒരു ചൂട് മതി. ഇതിൻ്റെ ചൂടെന്ന് പറയുന്നത് നമ്മുടെ കയ്യിലിങ്ങനെ പിടിക്കുമ്പോൾ നമുക്കൊരു ചൂടായിട്ട് തോന്നണം. പിന്നെ ആ ചട്ടിയുടെ ചൂടിനകത്ത് ഇടുന്നത് നന്നായിട്ട് ആയിക്കോളും. ഇനിയിപ്പോൾ ഇത് ഈ ചട്ടിക്കകത്ത് തന്നെ ഇരുന്നേച്ചാൽ മതി. ആ കളറും മണവും ഒന്നും മാറിയില്ല. ഈ ഒരു രീതിക്കാണ് നമ്മൾ ഗരം മസാല ഉണ്ടാക്കുന്നതെങ്കിൽ. പിന്നെ തണുത്ത് കഴിയുമ്പോൾ നമുക്കിത് എടുത്ത് വെച്ച് പൊടിച്ചെടുക്കണം. അപ്പോൾ ഇത് അങ്ങനെ നമ്മുടെ ഗരം മസാലയ്ക്കുള്ള സംഭവം എല്ലാം നല്ലൊരു തണുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതൊന്ന് മിക്സിയുടെ ജാറിനകത്തിട്ടൊന്ന് പൊടിച്ചെടുക്കും. ചെറിയ ജാറിനകത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കാം. ഇത് നമ്മളിങ്ങനെ സെപ്പറേറ്റ് മേടിക്കാൻ കിട്ടും. അല്ലെങ്കിൽ പിന്നെ നമുക്കിതിങ്ങനെ ഒന്നിച്ച് കൂട്ടായിട്ട് നമുക്ക് പാക്കറ്റിൽ കിട്ടും. അങ്ങനെയാണെങ്കിലും മേടിച്ചാൽ മതി. ഇതുണ്ടോ, ഇങ്ങനെയുള്ള പാക്കറ്റുകളിൽ എല്ലാം കൂടെ കൂട്ടി കിട്ടും. അങ്ങനെയാണെങ്കിലും മേടിച്ച് നമുക്ക് പൊടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ അടിപൊളി ഗരം മസാല നമ്മൾ പൊടിച്ചെടുത്തു. ഇനിയിപ്പോൾ നമുക്കിതൊരു പാത്രത്തിനകത്തേക്ക് ഇട്ട് വെക്കാം. ഇതുണ്ടോ, നമ്മൾ കടയിൽ നിന്നൊക്കെ മേടിക്കുന്ന അതേ ഇതായിട്ട് കണ്ടോ. നമുക്ക് നല്ല ഉണങ്ങി വെച്ച നല്ലൊരു ഗ്ലാസിൻ്റെ ടിന്നിനകത്തേക്ക് നമുക്ക് ഇട്ടു. ഇതുണ്ട്. അപ്പോൾ ഇത്രയും ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ ഒരു 2 മാസത്തേക്കുള്ള ഗരം മസാല ഉണ്ട് കേട്ടോ. നമ്മളൊരു ശകലിച്ചല്ലേ കുറേശ്ശെയല്ലേ നമ്മൾ ഇടുന്നുള്ളൊരു ഇത്രയൊക്കെ വീതമല്ലേ ഇടുന്നുള്ളൂ. നമ്മൾ ഈ മേടിക്കുന്ന നല്ല പൊടിച്ചത് കൊണ്ട് നല്ല ഗരം മസാലയല്ലേ. ഈ മേടിക്കുമ്പോൾ അതിൻ്റെ എല്ലാം ഞെട്ടും ഇതും എല്ലാം കൂടി ഇട്ട് വരുന്നതുകൊണ്ട് അത് അത്ര ഫ്ലേവറും കാണില്ല, ടേസ്റ്റും കാണില്ല. പക്ഷേ ഇത് നല്ല അടിപൊളി ഗരം മസാല. അപ്പം നമ്മൾ ഇത്രയും സാധനത്തൊക്കെ മേടിച്ച് വീട്ടിലെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല രുചിയാണ്, അടിപൊളിയാണ്. നമുക്ക് ചിലവും കുറഞ്ഞ്, ഭയങ്കര വിലയല്ലേ ഗരം മസാലയ്ക്ക്. അത്രയൊന്നും വേണ്ട. ആ വിലയ്ക്ക് നമ്മളൊരു കൂട് മേടിക്കുന്ന വിലയ്ക്ക് മേടിക്കണം. നമുക്കിത് 2 മാസത്തേക്ക് കൊണ്ട് താനും. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ഈ സംഭവങ്ങളൊക്കെ പെരിഞ്ജീരകവും പട്ടയും ഗ്രാമ്പും ഒക്കെ മേടിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് അഭിപ്രായം പറയണം. അപ്പോൾ നമുക്ക് വേറൊരു നല്ല വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ബൈ, താങ്ക് യു.